ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം മടി എന്ന് പറയുന്ന കാര്യം നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ എത്രത്തോളം നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് എന്ന കാര്യം. പല വർക്കുകളും ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ പല വർക്കുകളെയും നീട്ടിവെക്കാനും ഈ തരത്തിലുള്ള മടി കാരണമാകാറുണ്ട്. പതിയെ ഇത് പല വർക്കുകളും ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ചെയ്ത പല വർക്കുകളുടെയും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ ഇല്ലാതാകാനും കാരണമാകാറുണ്ട്. അതുപോലെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും അത്തരം മാറ്റങ്ങളെ നോട്ട് ചെയ്ത് വെക്കുകയെല്ലാം ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള മടി കാരണം പലതും നേടിയെടുക്കാനും ചെയ്തു നോക്കാനും സാധിക്കാതെ വന്നവരുണ്ട്. സോ ഇത്തരത്തിലുള്ള മടി കാരണം നമ്മുടെ വർക്കിൽ നമ്മൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വരാനും അതുപോലെ ലൈഫിൽ പല മാറ്റങ്ങളും പല നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കാതെ വരികയും അവസാനം നിരാശയും കുറ്റബോധവുമെല്ലാം നമ്മുടെ മനസ്സിൽ വന്ന് നിറയുകയും ചെയ്യും. സോ ഇത്തരത്തിൽ മടി, അലസത നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകയും നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്തിനെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ മടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചെറിയ രീതിയിലെങ്കിലും സംസാരിച്ചതാണ്. സോ എന്തായാലും ഇത്തരത്തിലുള്ള മടി നമ്മുടെ ലൈഫിനെ വളരെ വലിയ രീതിയിൽ തന്നെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ്. സോ നമ്മുടെ മടി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെ വ്യക്തിപരവും സാമൂഹികപരവും തൊഴിൽപരവുമായി വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന നെഗറ്റീവായി ബാധിക്കുന്ന മടിയെ ഇല്ലാതാക്കാനുള്ള ചില വഴികളിതാ. ഇതിലാദ്യത്തേതാണ് സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങൾക്ക് നിങ്ങളുടെ മടിയെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ആദ്യം ഒരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അതായത് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുമ്പോഴോ മാത്രമേ നമുക്കത് ചെയ്യാനുള്ള ഊർജവും അത് ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടാവുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ഊർജ്ജത്തെയും എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്നത് തീരുമാനിക്കുകയും അതിനെ വ്യക്തമായ ഒരു ഗോളായി സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണം. സോ ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ടാർഗറ്റും അതിലേക്കുള്ള വഴിയും തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ യാഥാർത്ഥ്യമുള്ളതും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതുമായ ലക്ഷ്യങ്ങളെ നിർവചിക്കുകയും ഉണ്ടാക്കിയെടുക്കുകയും അതിലേക്ക് എത്താനായി പരിശ്രമിക്കുകയും ചെയ്യുക. സോ ഇതിൽ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായി തോന്നുന്ന ടാസ്കുകളെ ചെറിയ രീതിയിൽ ഘട്ടങ്ങളായി തിരിച്ച് അതിനുവേണ്ട സമയവും എഫേർട്ടും എടുത്തുകൊണ്ട് ആരംഭിക്കുക. അതുപോലെ ഇതിൽ രണ്ടാമതായി ഏതെല്ലാം വർക്കുകളാണ് ആദ്യം ചെയ്യേണ്ടതെന്നും വളരെ ഇമ്പോർട്ടൻ്റായ വർക്കുകൾ ഏതെല്ലാമാണെന്നും മനസ്സിലാക്കുകയും ഓരോ വർക്കുകളും പൂർത്തിയാക്കാൻ എടുക്കുന്ന എഫേർട്ടിനെയും അതിൻ്റെ സമയത്തെയും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആരംഭിക്കുക. സോ ഇത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും അതിനെ ഏറ്റവും ആദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെയും നിങ്ങളിടുന്ന എഫേർട്ടിനെയും കൂടുതൽ വാല്യുബിളായി നിലനിർത്താൻ സാധിക്കും. സ്റ്റെപ്പ് 2, ഡെവലപ്പ് എ റൊട്ടീൻ. ഇതിലാദ്യമായി കൺസിസ്റ്റൻ്റ് ആയ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി, വ്യായാമം, വിശ്രമം, ഭക്ഷണം എന്നിവയ്ക്കെല്ലാമായി ഒരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയും അതുപോലെ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി സഹായിക്കുന്ന കാര്യങ്ങളെയും ഒരിക്കലും അവോയ്ഡ് ചെയ്യാത്ത രീതിയിൽ, അതിനെ ഒഴിവാക്കാനോ മറക്കാനോ സാധിക്കാത്ത രീതിയിൽ അതിന് വേണ്ടത്ര പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു കൺസിസ്റ്റൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക. സോ ഇത്തരത്തിലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ കൺസിസ്റ്റൻ്റായി അത് നിലനിർത്തുന്നതിലൂടെ ഇത് പതിയെ നിങ്ങളുടെ ഹാബിറ്റായി മാറാനായി സഹായിക്കും. അതുപോലെ ഇതിലെ രണ്ടാമത്തെ പോയിൻ്റാണ് മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. വ്യായാമം, വായന അല്ലെങ്കിൽ പ്ലാനിങ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായി ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ദിവസവും ഇത്തരത്തിൽ പ്രൊഡക്റ്റീവായി തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങളെ കൂടുതൽ പോസിറ്റീവായി നിലനിർത്താനും കൂടുതൽ ലക്ഷ്യബോധത്തോടെ ജീവിതത്തെ കാണാനും സഹായിക്കും. സ്റ്റെപ്പ് 3, ടൈം മാനേജ്മെൻറ്റ്. പൊമോഡ്രോ ടെക്നിക്സ്. അതായത് നിങ്ങൾ ഏതെങ്കിലും വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടാസ്കുകൾ പൂർത്തിയാക്കാനായി പരിശ്രമിക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ആ വർക്കിൽ തന്നെ ഒരുപാട് സമയം മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ ബാധിക്കാനും കാരണമാകും. സോ അതുകൊണ്ട് തന്നെ പ്രൊമോഡോറോ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാനായി ശ്രമിക്കുക. അതായത് നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയും ശേഷം വീണ്ടും 25 മിനിറ്റ് വർക്കിലേക്ക് ഫോക്കസ് കൊടുക്കുകയും ചെയ്യുക. സോ ഇത്തരത്തിൽ 4 സൈക്കിളുകൾക്ക് ശേഷം ഒരു നീണ്ട ഇടവേള എടുക്കുകയും ചെയ്യുക. സോ ഇത്തരത്തിൽ വർക്കുകൾ ചെയ്യുന്നതിനിടയ്ക്ക് ബ്രേക്കുകൾ എടുക്കുന്നത് ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള അമിതഭാരം ഇല്ലാതാക്കാനും നിങ്ങളെ കൂടുതൽ റിലാക്സ് ആക്കാനും
നിങ്ങളുടെ ഫോക്കസിനെ കൂടുതൽ നല്ല രീതിയിൽ നിലനിർത്താനും ഇത് സഹായിക്കും. നമ്പർ 2, ടൈം ബ്ലോക്കിംഗ്. ദിവസം മുഴുവനും വ്യത്യസ്ത ജോലികൾക്കായി പ്രത്യേക സമയ ബ്ലോക്കുകൾ അനുവദിക്കുക. പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സമയം ചിലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. സ്റ്റെപ്പ് 4, റെഡ്യൂസ് ഡിസ്ട്രാക്ഷൻസ്. പോയിന്റ് 1, ക്രിയേറ്റ് എ പ്രൊഡക്റ്റീവ് എൻവയോൺമെൻറ്റ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വർക്കുകൾ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ അതിനായി പ്രത്യേകം ഒരു ഡെഡിക്കേറ്റഡ് വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ ട്രിഗേർഡ് ആക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴിവാകാനും അകന്നു നിൽക്കാനും ശ്രമിക്കുക. അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാനായി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അമിതമായി ശബ്ദമോ കോലാഹലങ്ങളോ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാനായി ശ്രമിക്കുക. അതുപോലെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കാനും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ലോക്ക് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങളെ ട്രിഗേർഡ് ആക്കുന്ന, നിങ്ങളുടെ സമയത്തെ പാഴാക്കുന്ന ഇത്തരം ഡിസ്റ്റർബൻസുകളെ മനസ്സിലാക്കി അതിനെ ഒഴിവാക്കാനും അത്തരത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെയും അതുവഴി നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയെയും ബെറ്ററാക്കി മാറ്റും. നമ്പർ 2, ഫോക്കസ് ഓൺ വൺ ടാസ്ക്. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു വർക്കിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ, അതായത് മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും അതുവഴി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും നശിപ്പിക്കുന്ന ഒന്നാണ്. സോ മൾട്ടി ടാസ്കിങ് കാര്യക്ഷമത കുറയ്ക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുക. സോ അതുകൊണ്ട് തന്നെ മികച്ച ഉൽപ്പാദനക്ഷമതയ്ക്കും നിങ്ങളുടെ സമയത്തെ വാല്യുബിളായി നിലനിർത്താനും ഒരു സമയം ഒരു വർക്ക് മാത്രം ചെയ്യാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 5, അക്കൗണ്ടബിലിറ്റി ആൻഡ് സപ്പോർട്ട്. നമ്പർ 1, ഫൈൻഡ് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. നിങ്ങൾക്ക് ഉത്തരവാദിത്തം വഹിക്കാനും പിന്തുണ നൽകാനും കഴിയുന്ന ഒരാളുമായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പങ്കിടുക. അതായത് നിങ്ങളെ ചെയ്യുന്ന വർക്കിൽ കൺസിസ്റ്റൻ്റായി നിലനിൽക്കാൻ സഹായിക്കുന്ന, അതിനോട് റെസ്പോൺസിബിളായി നിലനിൽക്കുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പാർട്ട്ണറെ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കൺസിസ്റ്റൻ്റായി നിലനിൽക്കാനും കൂടുതൽ മോട്ടിവേറ്റഡായി നിലനിൽക്കാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായി ഒരു ജിം പാർട്ട്ണറെ കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ മടിയും അലസതയും മാറ്റിയെടുക്കാനും കൂടുതൽ കൺസിസ്റ്റൻ്റായി നിലനിൽക്കാനും ഒരുമിച്ച് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 2, റെഗുലർ ചെക്ക് ഇൻസ്. നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിൽ തുടരുന്നതിന് നിങ്ങളുമായോ നിങ്ങളുടെ ഉത്തരവാദിത്ത പങ്കാളിയുമായോ പതിവ് പുരോഗതി അവലോകനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. സോ ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്കിൽ കൺസിസ്റ്റൻ്റായി നിലനിൽക്കാനും നിങ്ങളുടെ ഗ്രോത്തും പുരോഗതിയും എത്തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാനും കൂടുതൽ മാറ്റങ്ങളും തിരുത്തലുകളും അനിവാര്യമായി വരികയാണെങ്കിൽ അതിനെ തിരിച്ചറിയാനും ഇത് നിങ്ങളെ സഹായിക്കും.